എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ SSLC പേപ്പർ വാല്യുവേഷൻ അതായത് SSLC പേപ്പർ മൂല്യനിർണ്ണയ ക്യാമ്പ് നാളെ മുതൽ ആരംഭിക്കും. അപ്പോൾ ഏപ്രിൽ 3-ാം തീയതി മുതലാണ് വിദ്യാർത്ഥികളുടെ SSLC പരീക്ഷയുടെ പേപ്പർ വാല്യുവേഷൻ ആരംഭിക്കുന്നത്. അപ്പോൾ ഈ ഒരു പേപ്പർ വാല്യുവേഷൻ എന്താണെന്നുള്ള വിദ്യാർത്ഥികൾക്ക് ഒരു സംശയം ഉണ്ടാവും. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു പേപ്പർ വാല്യുവേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ SSLC പരീക്ഷയുടെ നിങ്ങൾ എഴുതിയിട്ടുള്ള ഉത്തരക്കടലാസുകൾ ടീച്ചേഴ്സ് പരിശോധിച്ച് നിങ്ങൾക്ക് എത്ര മാർക്കാണ് കിട്ടുക അതിനനുസരിച്ച് മാർക്ക് നൽകുന്ന ആ ഒരു പ്രോസസ്സിനെയാണ്, അതായത് ആ ഒരു കാര്യത്തെയാണ് ഈ ഒരു പേപ്പർ വാല്യുവേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എത്രത്തോളം മാർക്ക് തരാൻ പറ്റുമോ അത്രത്തോളം മാർക്ക് ടീച്ചേഴ്സ് നൽകുന്നതാണ്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം പല വിദ്യാർത്ഥികളും എനിക്ക് മാർക്ക് കുറയുമോ, അല്ലെങ്കിൽ എനിക്ക് ഇന്നതിന് മാർക്ക് ഉണ്ടാവില്ല, അല്ലെങ്കിൽ A+ കിട്ടില്ല എന്നൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിക്കാറുണ്ട്. ഒട്ടും ടെൻഷൻ അടിക്കേണ്ട യാതൊരു വിധത്തിലുള്ള ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് എത്രത്തോളം മാർക്ക് തരാൻ പറ്റുമോ അത്രത്തോളം മാർക്ക് വാല്യുവേഷനിൽ നിങ്ങൾക്ക് ടീച്ചേഴ്സ് നൽകുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു പേപ്പർ വാല്യുവേഷൻ നാളെ മുതലാണ് ആരംഭിക്കുന്നത്. നിങ്ങളുടെ റിസൾട്ട് ഏകദേശം ഒരു മെയ് 2-ാം തീയതി അല്ലെങ്കിൽ ഏപ്രിൽ ലാസ്റ്റോടെ തന്നെ നിങ്ങളുടെ റിസൾട്ട് വരുന്നതായിരിക്കും. അപ്പോൾ പേപ്പർ വാല്യുവേഷൻ എത്രത്തോളം പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യുന്നു അതിനനുസരിച്ച് ടാബുലേഷൻ വർക്കുകളും അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ റിസൾട്ടും അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ SSLC റിസൾട്ട് നിങ്ങൾക്ക് സാധാരണഗതിയിൽ വിദ്യാഭ്യാസ മന്ത്രി പത്രസമ്മേളനം നടത്തിക്കൊണ്ടാണ് വിദ്യാർത്ഥികളുടെ SSLC പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ റിസൾട്ട് പെട്ടെന്ന് തന്നെ, അതായത് ഏകദേശം പേപ്പർ വാല്യുവേഷൻ ഏപ്രിലിൽ തന്നെ പെട്ടെന്ന് തന്നെ കഴിയും. അതായത് ഏപ്രിൽ 15 ആകുമ്പോഴേക്കും സാധാരണ അതിൽ പെട്ടെന്ന് തന്നെ കഴിയാറുണ്ട്. അപ്പോൾ ഓരോ സമയത്തും എത്ര വാല്യുവേഷൻ ക്യാമ്പുകൾ, അതായത് എത്ര ദിവസം നടക്കുന്നുണ്ട് അതിനനുസരിച്ചിട്ടാണ് പെട്ടെന്ന് വാല്യുവേഷനും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യപ്പെടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിസൾട്ട് ഏകദേശം ഒരു ഏപ്രിൽ ലാസ്റ്റോടെ തന്നെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഒട്ടും ടെൻഷനൊന്നും അടിക്കേണ്ടതില്ല. കാരണം SSLC സാധാരണ ഒരു പരീക്ഷ തന്നെയാണ്. അപ്പോൾ അതിൽ നിന്നും നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നു എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വാല്യുവേഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ അതിനുശേഷം നിങ്ങളുടെ SSLC പരീക്ഷാഫലം നിങ്ങൾക്ക് ഏകദേശം മെയ് ലാസ്റ്റോടെ അല്ലെങ്കിൽ ഏപ്രിൽ ലാസ്റ്റോടെ, മെയ് ലാസ്റ്റ് അല്ല മെയ് ആദ്യത്തോടെ, അതായത് മെയ് 2-ാം തീയതിയോടെയോ അല്ലെങ്കിൽ ഏപ്രിൽ ലാസ്റ്റോടെയോ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ SSLC പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കുന്ന വെബ്സൈറ്റ് എന്ന് പറയുന്നത് sslcexam.kerala.gov.in എന്ന ഈ ഒരു SSLC പരീക്ഷയുടെ, അതായത് പരീക്ഷാഭവൻ്റെ വെബ്സൈറ്റ് ഉണ്ട്. അതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, വിദ്യാർത്ഥികൾ ഒട്ടും ടെൻഷനൊന്നും അടിക്കേണ്ടതില്ല. കാരണം പല വിദ്യാർത്ഥികളും ചോദിക്കുന്നതാണ്, എനിക്ക് 4 മാർക്കേ കിട്ടാൻ സാധ്യതയുള്ളൂ, അങ്ങനെയെങ്കിൽ ഞാൻ ജയിക്കുമോ 40 മാർക്കിൻ്റെ വിഷയത്തിലെന്ന് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു വാല്യുവേഷന് ശേഷമാണ് ടാബുലേഷൻ വർക്കുകൾ നടക്കുക. ടാബുലേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു വാല്യുവേഷന് ശേഷം നിങ്ങളുടെ ആ ഒരു മാർക്ക് ഈ ഒരു സിസ്റ്റത്തിലേക്ക് അധ്യാപകർ എൻ്റർ ചെയ്യും. അങ്ങനെ എൻ്റർ ചെയ്ത ആ ഒരു മാർക്കിനോടൊപ്പം നിങ്ങൾക്കുള്ള CE മാർക്ക്, അതുപോലെ ഗ്രേസ് മാർക്ക് ഉണ്ടെങ്കിൽ ഗ്രേസ് മാർക്ക് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഈ ഒരു ആഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഈ ഒരു ടാബുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് 90% മാർക്ക് ആകുന്നത് വരെയാണ് ഈ ഒരു ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗ്രേസ് മാർക്കിന് വല്ല അർഹതയുമുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ സ്കൂൾ പ്രിൻസിപ്പലിനെ അല്ലെങ്കിൽ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്ററിനെ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു ഗ്രേസ് മാർക്കിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ടോ എന്നുള്ള കാര്യം അന്വേഷിക്കുക. കാരണം സാധാരണ സ്കൂളിൽ നിന്ന് ആണ് ഈ ഒരു ഗ്രേസ് മാർക്കും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നത്, സ്കൂളിൽ നിന്നാണ്. അപ്പോൾ ചിലപ്പോൾ അത് അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാകും എന്ന് കരുതുന്നു. അപ്പോൾ അത് ഈ ഒരു ഗ്രേസ് മാർക്ക് കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ടോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് നിങ്ങൾ സ്കൂളിൽ നിങ്ങളുടെ ക്ലാസ് ടീച്ചറെയോ അല്ലെങ്കിൽ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്ററെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കാര്യം മനസ്സിലാവും. നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് ഉണ്ടെങ്കിൽ ആ ഒരു ഗ്രേസ് മാർക്കിൻ്റെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടോ, അത് ആ ഒരു ഡോക്യുമെൻറ്റും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളത്, അതായത് അതിൻ്റെ ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കിയാൽ മതി. കാരണം NCCക്കും അതുപോലെ SPSCക്കും ഒക്കെ ഗ്രേസ് മാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് സാധാരണ സ്കൂളിലെ ഹെഡ് മാസ്റ്ററാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നിങ്ങൾ ആ ഒരു ഗ്രേസ് മാർക്കിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ അപ്ലോഡ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് സ്കൂളിൽ വിളിച്ച് അന്വേഷിക്കുക. അപ്പോൾ വിദ്യാർത്ഥികളുടെ ഈ ഒരു SSLCയുടെ പേപ്പർ വാല്യുവേഷൻ നാളെ മുതൽ ആരംഭിക്കും. അതിനുശേഷം ഈ ഒരു വാല്യുവേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ടാബുലേഷൻ വെക്കുകയാണ്. ടാബുലേഷൻ സമയത്താണ് നിങ്ങൾക്ക് ഏതെങ്കിലും സബ്ജക്റ്റിന്, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമുക്ക് നോക്കാം, കെമിസ്ട്രി ആണെങ്കിൽ അതിന് നിങ്ങൾക്ക് ഇപ്പോൾ 4 മാർക്കേ കിട്ടുള്ളൂ എന്ന് കരുതുക. അപ്പോൾ ടാബുലേഷൻ സമയത്ത് നിങ്ങൾക്ക് 1 മാർക്ക് തരും. അതുപോലെ തന്നെ ഇതിനോടൊപ്പം 10 മാർക്ക് CE, അങ്ങനെ ടോട്ടൽ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് 15 മാർക്ക് കിട്ടി അങ്ങനെ നിങ്ങൾ ജയിക്കുന്നതാണ്. അതുപോലെ ഗ്രേസ് മാർക്കുള്ള വിദ്യാർത്ഥികൾക്കാണെങ്കിലും ഇതേ രീതിയിൽ തന്നെ ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യും. അത് നിങ്ങൾ ഏതെങ്കിലും സബ്ജക്റ്റ് തോൽക്കാനാണ് സാധ്യതയെങ്കിൽ അതിനെ ആഡ് ചെയ്യും. അതേസമയം എല്ലാ സബ്ജക്റ്റും ജയിച്ചിട്ടുണ്ട് എന്നാൽ നിങ്ങൾക്കൊരു 2 വിഷയത്തിന് A+ ഇല്ല, ബാക്കി എല്ലാ വിഷയത്തിനും A+ ആണ്, എന്നാൽ ഗ്രേസ് മാർക്ക് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആ ഒരു സബ്ജക്റ്റിന്, അതായത് ഏത് സബ്ജക്റ്റാണോ A+ കിട്ടാൻ സാധ്യത കുറഞ്ഞിട്ടുള്ളത് അതിന് പോയിട്ട് ആ ഒരു ഗ്രേസ് മാർക്ക് ആഡ് ചെയ്ത് കൊടുക്കും. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ എല്ലാത്തിനും A+ ആണ്, ഒന്നിന് B+ ഗ്രേഡാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് അവിടെ ആ ഒരു ഗ്രേസ് മാർക്ക് ഉണ്ടെങ്കിൽ ആ ഒരു ഗ്രേസ് മാർക്ക് ഇതിനെ ആഡ് ചെയ്ത് അതിനെ A+ ഗ്രേഡ് ആക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് എത്രത്തോളം ഗ്രേസ് മാർക്ക് ഉണ്ട്, അതുപോലെ തന്നെ നിങ്ങൾക്ക് പരീക്ഷയിൽ എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ട്, ഇതൊക്കെ അനുസരിച്ചിട്ടാണ് ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യുക. 90% മാർക്ക് ആകുന്നത് വരെയാണ് സാധാരണഗതിയിൽ ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യുള്ളൂ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ റിസൾട്ട് ഏകദേശം മെയ് 1st വീക്കോടെ, അതായത് ഏകദേശം മെയ് 2-ാം തീയതിയോടെയോ അല്ലെങ്കിൽ ഏപ്രിൽ ലാസ്റ്റോടെയോ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.